ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൺമണി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. കാരണം ഗുണ്ടകളാണെങ്കിലോ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ കൺമണിയെ കുറേ സമയമൊന്നും കിട്ടുന്നില്ല. പിന്നീട് അവരുടെ കയ്യിൽ തന്നെ പിന്നെ കിട്ടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ആ ഗോഡൗണിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ബലരാമനെ കേട്ടോ കാണിക്കുന്നത്. ബലരാമൻ ചിന്തിക്കുന്നുണ്ട്, അച്ഛനും അമ്മയാണോ ഇതിനെല്ലാത്തിനും കാരണം എന്ന രീതിയിൽ. കാരണം എൻ്റെ മേലെ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെ ചെയ്തത്. അവർ തന്നെയായിരിക്കും കൺമണിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ബലരാമൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജയിലിനകത്ത്. അതിനുശേഷം തന്നെ നമ്മുടെ ബാലുവിനെയും അതുപോലെ തന്നെ നമ്മുടെ സുമിത്രയും കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഒന്നുകൊണ്ടല്ല, കാരണം സാറിൻ്റെ കുടുംബം മൊത്തം ഇല്ലാണ്ടാവാനായിട്ട് പോവാണ്, കൂട്ടത്തിൽ ആ കൺമണിയും. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം ബാലു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ അപ്പ നിന്നെ എന്നും വന്ന് തൊഴാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ, എന്തിനാ എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയത് എന്ന രീതിയിൽ അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ നിനക്ക് സാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുട്ടി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെയധികം വിഷമമുണ്ട്. കാരണം ഗോകുലിന് അപ്പയെന്ന് വെച്ചാൽ വളരെയധികം ജീവനാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ്ണൻ എന്തായാലും ഭാഗ്യലക്ഷ്മി എവിടെയാണ് കൺമണിയെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺമണിയെ കാണാനായിട്ട് കൃഷ് വരുന്നുണ്ട് കേട്ടോ. കൺമണിയെ കൊല്ലാനായിട്ട് ആ ഗുണ്ടകൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ രക്ഷകൻ്റെ പോലെ തന്നെയാണ് കൃഷ് അവിടേക്ക് പറന്നെത്തുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതിനുശേഷം കൺമണി താൻ ഇപ്പോൾ മരിക്കുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സാറിൻ്റെ വരവ്. അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ കൺമണി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇനി പ്രതീക്ഷകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ തന്നെ കൃഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേനും കൺമണിക്ക് സമാധാനം ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു പ്രമോ വിശേഷം കഴിയുന്നത്. നാളത്തെ നല്ലൊരു എപ്പിസോഡിന് വേണ്ടി